രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾ സംഘർഷഭരിതമായി. കോഴിക്കോട് കലക്ട്രേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിഷേധ മുദ്രാവാക്യവുമായി എത്തിയ പ്രവർത്തകരെ കലക്ട്രേറ്റ് കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും ലാത്തിചാർജും സ്റ്റൺ ഗ്രനേഡും പ്രയോഗിച്ചു. പ്രതിഷേധ മാർച്ചിനെ പോലീസ് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് പിണറായിയുടെ കൊട്ടേഷൻ സംഘമായിക്കൊണ്ട് മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും ദിവസം കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായിയുടെ പോലീസിനോട് ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ രീതിയിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെതിരെയുള്ള സമരം, ഞങ്ങൾ നടത്തുന്ന ജനകീയ സമരത്തെ അടിച്ചൊതുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ രീതിയിലുള്ള പോലീസുകാർക്ക് പെൻഷൻ വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല. കാലം മാറും, ഭരണം മാറും. ഒരു കാലവും കണക്ക് ചോദിക്കാതെ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ഇവിടുത്തെ പോലീസിനെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. മുദ്രാവാക്യവുമായി ഉപരോധം തുടർന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ചാണ് പോലീസ് നീക്കം ചെയ്തത്. സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർക്ക് പ്രതിഷേധ മാർച്ചിനിടെ മർദ്ദനമേറ്റു. പ്രവർത്തകർക്ക് നേരെ എറിഞ്ഞ ഗ്രനേഡ് പോലീസിന് നേരെ തിരിച്ചെറിഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. കലക്ട്രേറ്റിന് മുൻപിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ പ്രവർത്തകർ കീറിയെറിഞ്ഞു. ഗതാഗതം തടസ്സപ്പെടുത്തിയും പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ച പ്രവർത്തകരെ ഏറെ പണിപെട്ടാണ് പോലീസ് സ്ഥലത്തുനിന്ന് നീക്കം ചെയ്തത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീനയെ അടക്കം 5 പേരെ അറസ്റ്റ് ചെയ്തു നീക്കി. സംഘർഷത്തിൽ 2 പ്രവർത്തകർക്കും പരിക്കേറ്റു. അതേസമയം സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട പുതിയ 2 കേസിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചു. എന്നാൽ ആദ്യത്തെ കേസിൽ റിമാൻഡ് കാലാവധി തീരാത്തതിനാൽ ജയിലിൽ തന്നെ തുടരേണ്ടി വരും. ഈ കേസിലെ ജാമ്യാപേക്ഷയും പരിഗണനയിലാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.